എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള കീ പോയിന്റ്സ് ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന പർവ്വതനിരകൾ പശ്ചിമഘട്ടം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കാണുന്ന പർവ്വതനിരകൾ പൂർവ്വഘട്ടം. അറബിക്കടലിന് സമാന്തരമായി കാണുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന ഭാഗം നീലഗിരി. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഓഫ് കേരള വെസ്റ്റേൺ ഘട്ട്. കേരളത്തിന്റെ കിഴക്കേ അതിര് പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിര് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം വടക്ക് താപ്തിയിൽ തുടങ്ങി തെക്ക് കന്യാകുമാരിയിൽ അവസാനിക്കുന്നു. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2: ദമാൻ ദിയു, പോണ്ടിച്ചേരി. പശ്ചിമഘട്ടത്തിന്റെ ആകെ നീളം 1600 കിലോമീറ്റർ. പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം കർണാടക. പശ്ചിമഘട്ടം ഏറ്റവും കുറവ് ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ഗോവ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങളിൽ വലിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയുടെ കരഭാഗത്തിന്റെ 6% പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1200 മീറ്റർ. വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്തോറും പശ്ചിമഘട്ടത്തിന് ഉയരം കൂടുന്നു. പൂർവ്വഘട്ടത്തിന് പശ്ചിമഘട്ടത്തേക്കാൾ ഉയരം കുറവാണ്. പശ്ചിമഘട്ടത്തിൽ 12ഓളം ചുരങ്ങൾ ഉണ്ട്. അതിലെ പ്രധാന ചുരങ്ങളാണ് താൽക്കട്ട് ചുരം, പാൽക്കാട് ചുരം, ദോസ്ഘട്ട് ചുരം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരകളാണ് ആരവല്ലി പർവ്വതനിരകൾ. ആരവല്ലി പർവ്വതനിരകൾക്ക് ശേഷം പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം, ഹിമാലയൻ മലനിരകൾ. പശ്ചിമഘട്ടത്തിന്റെ പേരുകൾ: സഹ്യാദ്രി വടക്കേറ്റം, അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സഹ്യാദ്രി എന്ന വാക്കിന്റെ അർത്ഥം മൗണ്ടൻ ഓഫ് പേഷ്യൻസ്, സഹനത്തിന്റെ പർവ്വതം എന്നാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലാണ്. സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന മൃഗമാണ് ആന. സഹ്യന്റെ മകൻ എന്ന കവിത രചിച്ചത് വൈലോപ്പള്ളി ശ്രീധര മേനോൻ. പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സസ്യം നീലക്കുറിഞ്ഞി. സ്ട്രോബിലാസ് കുന്ത്യാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിം. പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഊട്ടി. പശ്ചിമഘട്ടവും നദികളും. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾക്ക് വേഗത കുറവായിരിക്കും. പശ്ചിമഘട്ടത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. പ്രധാനമായും കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ: പെരിയാർ വന്യജീവി സങ്കേതം, ഇരവിക്കുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. ഇരവിക്കുളം നാഷണൽ പാർക്ക് വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇരവിക്കുളം നാഷണൽ പാർക്കിൽ വരയാടുകളുടെ സംരക്ഷണമാണ് നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനം. വന്യജീവി സങ്കേതമായി ഇരവിക്കുളം ദേശീയോദ്യാനത്തെ പ്രഖ്യാപിച്ചത് 1975-ലാണ്. ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978-ൽ. ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക്. മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനവും ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ പശ്ചിമഘട്ടത്തിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇടുക്കി ജില്ലക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ വനങ്ങളെ സൈലന്റി വനം എന്നും വിളിക്കുന്നു. കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിതവനം സൈലന്റ് വാലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ.
വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സാണ് വെടിപ്ലാവുകൾ. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം മാക്കുലേനിയ എക്സറില്ലാറ്റ. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ്. ചീവീടുകൾ ഇല്ലാത്ത പ്രദേശമായതുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധി ആയിരുന്നു. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1985 സെപ്റ്റംബറിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുകയായിരുന്നു. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുകുർത്തി. പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ്. നെല്ലിക്കാമ്പേട്ട് ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. കേരളത്തെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം 1978. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം മംഗളാദേവി ക്ഷേത്രം. പെരിയാർ വന്യജീവി സങ്കേതത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷം 1992. പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന്റെ കീഴിലായ വർഷം 1992. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ലോക ബാങ്ക് ബക്കലിറ്റ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടവും കാലാവസ്ഥയും. ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. തെക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളെ സ്വാധീനിക്കുന്നത് വഴിയാണ് ഇന്ത്യൻ കാലാവസ്ഥയെ പശ്ചിമഘട്ടം നിയന്ത്രിക്കുന്നത്. ജൈവ വൈവിധ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളത് പശ്ചിമഘട്ടത്തിലാണ്. ജൈവ വൈവിധ്യ വർഷം 2010. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് 2011 മുതൽ 2020 വരെയാണ്. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സസ്തന വിഭാഗമാണ് വവ്വാൽ. ഇവയിൽ അതീവ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളാണ് പഴവവ്വാലും വാലൻ വവ്വാലും. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷി ഇനമാണ് ചിത്രകൂടൻ ശരപക്ഷികൾ. ഉമിനീർ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന പക്ഷികളാണ് ചിത്രകൂടൻ ശരപക്ഷികൾ. വയനാട്ടിലെ പക്ഷിപാതാളം വന്യജീവി സങ്കേതത്തിലും ചെന്തരുണി വന്യജീവി സങ്കേതത്തിലുമാണ് പ്രധാനമായും ചിത്രകൂടൻ ശരപക്ഷികൾ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ആമയാണ് നക്ഷത്ര ആമകൾ. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഓന്തിനമാണ് ഡ്രാക്കോ. 2003 പശ്ചിമഘട്ടത്തിൽ കണ്ടുപിടിച്ച തവളയാണ് പാതാള തവള. പാതാള തവളയെ കണ്ടുപിടിച്ചത് ഡോക്ടർ SD ബിജു ആണ്. പാതാള തവള മാവേലി തവള പർപ്പിൾ ഫ്രോഗ് എന്നും അറിയപ്പെടുന്നു. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്നത് പാതാള തവള. പാതാള തവളയുടെ ശാസ്ത്രീയ നാമം നാസിക് വെട്രാക്കസ് സഹ്യാദ്രെൻസിസ് എന്നാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവ വർഷത്തിൽ 364 ദിവസവും മണ്ണിനടിയിലാണ്. പ്രജനനത്തിനായി ഒരു ദിവസം മാത്രം പുറത്തു വരുന്നു. ദിനോസറുകളുടെ കാലഘട്ടത്തിലുള്ള തവളകളാണ് പാതാള തവളകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. പശ്ചിമഘട്ടത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഗരുഡശലഭത്തിനെ കർണാടക സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് തെന്മല, കേരളം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭമാണ് രത്നനീല. പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ യുനെസ്കോ തിരഞ്ഞെടുത്തത് ജൂലൈ 1. റഷ്യയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ തിരഞ്ഞെടുത്തത്. ലോക പൈതൃക കേന്ദ്രമായി പശ്ചിമഘട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 39 കേന്ദ്രങ്ങളാണ്. കേരളത്തിൽ നിന്നും 20 എണ്ണം, കർണാടകയിൽ നിന്നും 10 എണ്ണം, തമിഴ്നാട്ടിൽ നിന്നും 5 എണ്ണം, മഹാരാഷ്ട്രയിൽ നിന്നും 4 എണ്ണം. ഇത്രയുമാണ് പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ്. ഇനിയും അടുത്തൊരു സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ പോയിന്റ്സ് കാണാവുന്നതാണ്. ഈ പോയിന്റ്സ് പഠിച്ചതിന് ശേഷം ആപ്പിൽ നൽകിയിട്ടുള്ള എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.